വയസ്സ് കൂടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ ഇയർ കൂടുകയാണെന്നുള്ളത് ചെറിയ പ്രായത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ മോളോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, ബർത്ത്ഡേ ആകുമ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ ബർത്ത്ഡേൻ്റെ കേൾക്കുമ്പോൾ അയ്യോ വയസ്സ് കൂടുകയാണല്ലോ എന്ന് തോന്നുന്ന ഒരു സമയമാവും. അപ്പോൾ 30 വയസ്സ് കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പല ചേഞ്ചും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത് അല്ലേ. ആ ഒരു 20 എന്ന് പറയുന്ന കാലഘട്ടം ഭയങ്കര അടിച്ചുപൊളിയുടെയും ഭയങ്കര ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു സമയമായിരിക്കും. പക്ഷേ 30 എത്തുമ്പോഴാണ് നമ്മൾ ലൈഫ് സീരിയസ് ആയിട്ട് കാണാനും അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങാനും ശരിക്കും ലൈഫ് തന്നെ മെച്യൂർഡ് ആവുന്ന ഒരു സമയത്തായിരിക്കും കേട്ടോ നമ്മൾ ചിന്തിച്ച് തുടങ്ങും നമ്മളെ ലൈഫിനെ പറ്റിയിട്ട്. ഇത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു 30 വയസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് തിരിച്ചറിവുകൾ അതാട്ടോ ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു 30 വയസ്സ് ആ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് വന്നിട്ടുള്ള എൻ്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു തിരിച്ചറിവുകൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാനൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് പോയി നോക്കാം. അപ്പം എനിക്ക് പറയാൻ തോന്നി കുറച്ച് റിമൈൻഡർ, നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മൾ ഒരു 30 വയസ്സാകുമ്പം ഒരാളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ ഒരു ഒരു സമയം എത്തുമ്പോൾ ഒരു പ്രായം എത്തുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു ട്രാക്കിൽ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ലൈഫ് നമ്മൾക്കൊരു പ്രായത്തിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും. കാര്യം ഈ 30 വയസ്സെന്ന് പറയുന്നത് നമ്മൾ ഈ 20s തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു മെച്യൂർഡ് ആയി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വേറൊരു തരത്തിലേക്ക് പോകേണ്ട സമയമായി എന്ന് അംഗീകരിക്കാൻ കുറച്ച് പാടുള്ള ഒരു സമയമാണത്. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് മനസ്സിലായി തുടങ്ങുക ഒരു ഫാമിലി വേണം അല്ലെങ്കിൽ ഒരു എന്തായിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് ഇനി അതിനൊക്കെ ഒരു ഒരു പഞ്ച്വലായിട്ട് ഉണ്ടാവണം, അതിനെല്ലാത്തിനും ഒരു മെച്യൂരിറ്റി ഉണ്ടാവണം എന്ന് തോന്നി തുടങ്ങുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ ഈ ഒരു 30s ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് തിരിച്ചറിവുകളുണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 6 കാര്യമാണ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മെച്യൂർഡ് ആയി ആ ഒരു രീതിയിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ പോലും നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിലീവ് ദാറ്റ് യു ക്യാൻ. നിങ്ങൾക്കൊണ്ട് എല്ലാം പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു 30 ആകുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും കരിയറിലേക്ക് കയറിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി ചിലപ്പോൾ താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്കായിരിക്കാം. കാരണം ഇത്രയും പ്രായമായി, ഇനി ലൈഫിൽ ഒന്നും തിരഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോബിലേക്ക് കയറണോ അങ്ങനെയുള്ള ഒരു നമുക്കിനി ലൈഫ് ഇനി ഇവിടെ ആയി 30 ആയി, ഇനി അങ്ങോട്ട് ഇനിയും ട്രൈ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് കയറിയതായിരിക്കാം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. എന്തായിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് 30 ആകുമ്പോഴേക്കും ലൈഫിനൊരു പേടി വന്നു തുടങ്ങും അല്ലേ. നമ്മളെ ലൈഫിൻ്റെ ഇനിയുള്ള ജീവിതം കുറച്ചും കൂടി മെച്യൂർഡ് ആയിരിക്കണം, നമ്മൾ സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് കാര്യം എന്താ പറയുക, നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളെക്കൊണ്ട് കഴിയും, നിങ്ങളെക്കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോബോ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ പോലും ഒരു പക്ഷേ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ കണ്ട ഡ്രീമോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു സ്വപ്നത്തിലോ ഒന്നും കയറാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ലൈഫ് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയുള്ളവരായിരിക്കും അല്ലേ. എവിടെയെങ്കിലൊക്കെ ഏറ്റക്കുറവുകളുണ്ടാവും. ചില ആൾക്കാർക്ക് ജോബിലായിരിക്കാം, ചിലർക്ക് ഫാമിലി ലൈഫിലായിരിക്കാം. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവുണ്ട്, എൻ്റെ ജീവിതം ഇവിടെ സ്റ്റാർട്ടായി. ഇവിടെ ഇപ്പം നീ എന്തിലാണോ നിൽക്കുന്നത് ആ കാര്യത്തിനെ നിനക്ക് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തെയാണ് നീ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിൻ്റെ ലൈഫ് മുഴുവൻ ഇരിക്കുന്നത്, നിൻ്റെ ഫാമിലി ആയിക്കോട്ടെ നിൻ്റെ ലൈഫ് ആയിക്കോട്ടെ, എല്ലാം ഇരിക്കുന്നത് നിൻ്റെ കയ്യിലാണ്. അപ്പം ഇഷ്ടമില്ലാത്തൊരു ജോബിലാണെന്നുള്ള രീതിയിൽ അതിനെ വളരെയധികം ഡൗൺ ആയി കാണുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്ത് രീതിയിലാണെങ്കിലും എല്ലാത്തിനെയും ഡൗൺ ആയി കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ലൈഫിൽ അതൊരിക്കലും നിനക്ക് സുഖകരമായിട്ടുള്ളൊരു ലൈഫ് തരില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും. ഇനി ഇൻ കേസ് നീ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നീ ചെയ്യുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നിന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തായിക്കോട്ടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരാളാണെങ്കിൽ സ്വന്തം ജോബ് കളഞ്ഞ് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, എല്ലാം എടുപടി ചാടിയിട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഡ്രീമിനെയും നിങ്ങൾ പതിയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഏജ് സ്റ്റാർട്ടായി തുടങ്ങുകയാണ്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അത്രയും നല്ല രീതിയിൽ പഞ്ച്വലായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമായി. 20കളിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കളിച്ച് നടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാം. പക്ഷേ ഇനി അങ്ങനെയാണ് പറ്റില്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ ആദ്യം എല്ലാം എടുത്ത് ചാടി എല്ലാം തകർത്ത് കളഞ്ഞ് പോകരുത്. കാരണം പിന്നീട് ഓരോന്നും പടിചട്ടി വരുമ്പോഴേക്കും നിങ്ങളുടെ ഏജ് അതിലും അപ്പുറത്തേക്ക് എത്തും.
പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലി ആട്ടോ. ഈ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളാരും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും എന്തായിക്കഴിഞ്ഞാലും 30 എന്ന് പറയുമ്പം ഒരു കുടുംബജീവിതം ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ഫാമിലിയിലൊക്കെ കണ്ടുവരുന്ന കസിൻസൊക്കെ ആയിക്കോട്ടെ എല്ലാവരും ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അവിടെയൊക്കെ ഒരു മാരീഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം. അതൊരു ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് 30. ഇപ്പോൾ എല്ലാവരും കരിയർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പം അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ മെച്യൂർഡായിട്ട് നിങ്ങളൊരു ഫാമിലി ലൈഫിലേക്ക് പോവുകയാണ്. ആ ഫാമിലി ലൈഫിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം അത്രയും അതിനെപ്പറ്റി പ്യുവറായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഫാമിലി ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കരിയർ വേണം. കരിയർ ഇല്ലാതെ ജീവിതം എവിടെയും പോവില്ല. നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു ജോബ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു ബിസിനസ് എന്തായാലും നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ടേക്ക് പണമില്ലാതെ ജീവിതത്തിൽ ഒന്നും നമുക്ക് നടക്കില്ല. അതൊരു വലിയ തിരിച്ചറിവാട്ടോ. ഈ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണം ഇല്ലാതെ നിങ്ങൾക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യേണ്ടത് 30 കഴിഞ്ഞിട്ടല്ല, 30 ആകുമ്പോഴേക്കാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുകയാണ്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട് 30 വയസ്സാകുമ്പോഴേക്കും ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങി ജീവിച്ചു തുടങ്ങുന്നത്. ഞാൻ ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നില്ല. 30 ആകുമ്പോഴായിരിക്കാം കുഞ്ഞുങ്ങളൊക്കെ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായം. അത് ആൺകുട്ടികളാണെങ്കിൽ മസ്റ്റായിട്ടും 28, 29, 30-ലായിരിക്കാം. പെൺകുട്ടികൾ കുറച്ചും കൂടെ നേരത്തോടെ ആവും. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് 30 ഒക്കെ. മുക്കാൽ ഭാഗം കുഞ്ഞുങ്ങളും സ്വന്തം കരിയറും ലൈഫും എൻജോയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ ഒരു 30-ലാണ് ഇപ്പോൾ മാരേജ് ലൈഫ് തോന്നുന്നത്. പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഒരു 25 ആൻഡ് അബോവ് 30-ൻ്റെ ഉള്ളിലായിട്ട് മാരേജ് ഗേൾസ് കഴിക്കുക എന്നുള്ളത്. അത് കരിയർ നോക്കണ്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല കേട്ടോ. നമ്മൾക്ക് എന്തായി കഴിഞ്ഞാലും മാരേജ് ലൈഫും ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. പലരും കരിയറാണ് നമ്മുടെ സന്തോഷമാണെന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമയം എത്തുമ്പം എനിക്ക് ഫാമിലി ഇല്ല, ആരും ഇല്ല എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം എല്ലാ ടൈമും എല്ലാ പ്രായവും എൻജോയ്മെൻ്റ് അല്ല. നമുക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫിൻ്റെ ഒരു എൻഡിലെത്തുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ആവണില്ല, എല്ലാവരും ചിന്താഗതി അങ്ങനെ ആവണില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഫാമിലി ലൈഫിൽ കുഞ്ഞുങ്ങൾ അത്യാവശ്യമാണ്. നമ്മളെ കരിയറിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബേബി, നമ്മൾ മാരേജും ബേബിയും. അപ്പം ഗേൾസ് എന്ന് പറയുമ്പം അവർക്ക് ഒരു 30-ക്കുള്ളിലെങ്കിലും ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ മാത്രമേ ഒരു 2 ബേബിയൊക്കെ വരുമ്പം അവർക്ക് അവരുടെ ഏജിൽ ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ ഈ രീതി പറഞ്ഞത്. അങ്ങനെ ഒന്നും അല്ലെങ്കിൽ അതൊന്നും ഒരു നിയമമല്ല. അങ്ങനെ ഒന്നും അല്ലെങ്കിലും നിങ്ങളിനി 30 കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് നിങ്ങളൊരു 35 കഴിഞ്ഞ് പ്രസവിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നില്ലേ ഏജ് എന്ന് പറയുന്നത് എവിടെയും നിൽക്കില്ല, അത് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ലൈഫും ആ ഒരു എൻജോയ്മെൻറ്റും നമുക്ക് കാണണമെങ്കിൽ അതിനൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള പ്രായമുണ്ട്. ആ പ്രായത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ പല ഡോക്ടേഴ്സും അല്ലെങ്കിൽ എൻ്റെ 30-ലാണ് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ഉണ്ടായിരുന്നത്. അപ്പം സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ഡോക്ടർ 30 ആയതുകൊണ്ട് ഭയങ്കര കെയർ ആയിരുന്നു. ഭയങ്കര സ്കാനിങ് ആയാലും കാര്യങ്ങളൊക്കെ ആയത്. 30-ലാണ് സെക്കൻഡ് പ്രഗ്നൻസി വരുന്നത്. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി വരും. അപ്പം ആ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 30 ആകുമ്പോൾ അത് എത്രത്തോളം കെയർ ആയിരിക്കണം. അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ 30 എബോവ് വരുമ്പോൾ കുറേ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരാമെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ഫാമിലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതൊരു വലിയ റിമൈനർ തന്നെയാണ് കേട്ടോ. നിങ്ങളൊരു മാരേജ് ലൈഫ് മസ്റ്റായിട്ട് ഒരു 30 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഒരു മാരേജ് ലൈഫിലൊക്കെ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മസ്റ്റായിട്ട് ഒരു പ്രായം നിങ്ങൾ ഒരിക്കലും കടന്നു പോകരുത്. ആ ഒരു പ്രായം നിങ്ങൾ എന്തായാലും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി കുഞ്ഞുങ്ങളായവരാണെങ്കിൽ ഒരു ഗുഡ് പാരൻ്റ് ആയിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഒരു പ്രായത്തിലെങ്കിലും നിങ്ങൾ മെച്യൂർഡായിട്ട് നിങ്ങളെ ലൈഫിനെ കൊണ്ടുപോകാനും നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു മെച്യൂരിറ്റി കുഞ്ഞുങ്ങളിൽ കാണിക്കാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യം കേട്ടോ. കാരണം പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ഉള്ള വീഡിയോസ് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ താഴെ കമൻറ്റ്സ് വായിച്ചാൽ നിങ്ങൾക്കറിയാം അടിക്കേണ്ട പ്രായത്തിൽ അല്ലെങ്കിൽ വഴക്ക് പറയേണ്ട പ്രായത്തിൽ അച്ഛനമ്മമാർ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് പോലീസിൻ്റെ ഇത് തല്ല് മേടിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലായിരിക്കും ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളെ തല്ലിയോ വഴക്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ തല്ലാനോ വഴക്ക് പറയാനോ പാടില്ലാന്ന്. പക്ഷെ ഒരു അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിനുള്ളൊരു പ്രാപ്തി ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവണം. കാരണം കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവം രൂപീകരിച്ച് വരുന്നത് 2 വയസ്സാകുമ്പോഴേക്കാണ്. അവരൊരു 8 വയസ്സാകുമ്പോഴേക്കാണ് അത് പൂർത്തിയാകുന്നത്, അത് എല്ലാ രീതിയിലും. അപ്പോൾ ഈ ഒരു പ്രായ കാലഘട്ടം തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും ഒരു 30 എബോ ആയിരിക്കും. ആ ഒരു പ്രായഘട്ടം നമ്മളുടെ പാരൻറ്റിങ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മസ്റ്റായിട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഇതൊരു റിമൈൻഡർ തന്നെയാണ് കേട്ടോ. കാരണം നാളത്തെ ജനത നമ്മുടെ കയ്യിലാണ്.
നമ്മളെ കയ്യിലാണ് നാളത്തെ കുഞ്ഞുങ്ങളുള്ളത്. അപ്പം നമ്മൾ അത്രയും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാരൻ്റ് ആയിരിക്കണം. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരു ഫാമിലി ലൈഫിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് 30 എബോവ് ആകുമ്പോൾ നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ലൈഫിലേക്ക് കടന്നു പോവാണ്, മസ്റ്റായിട്ട് വേണ്ടുന്നത് സേവിങ്സ്. നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതം ഒരിക്കലും മുന്നോട്ട് നല്ല സുഖകരമായിട്ട് പോകില്ല, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകില്ല. പക്ഷേ മാരേജ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മാരേജിന് വേണ്ടി ഒരു ഫാമിലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കാം, എന്തായിക്കോട്ടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്, ഇനി ഈ ഒരു പ്രായമാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കുട്ടികളുടെയൊക്കെ കരിയർ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവർ ഓൾമോസ്റ്റ് ചിലപ്പോൾ സേവിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഇനി സേവിങ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ലൈഫിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് ഒത്തിരി ആക്കണം അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്കുള്ള വരുമാനത്തിനനുസരിച്ച് അതിൽ നിന്നും ഒരു പെർസെൻറ്റേജ് എങ്കിലും സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് കുഞ്ഞു മക്കളിൽ വരെ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ നമ്മൾ പണ്ടുള്ളതൊക്കെ നമുക്ക് കുടുക്കൊക്കെ ഇല്ലേ പൈസയൊക്കെ ഇട്ട് വെക്കുന്നത്, അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാവരുടെ ലൈഫിലും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത് നമുക്ക് നാളെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അസറ്റായിട്ട് എന്ന് മാത്രമല്ല, ലൈഫിൽ പെട്ടെന്നൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും, ഒരു ബുദ്ധിമുട്ട്. കാരണം ചില ഹെൽത്ത് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോബ് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നിന്ന് പതറാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് വേണ്ടിയിട്ട് എന്തായി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഞാനിത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓരോരുത്തരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു ഇയറിലാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നാളത്തെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും, നിങ്ങൾ അതൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് വേണ്ട അടുത്ത കൊല്ലാവട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഒരു ദിവസവും പാഴാക്കാതെ, അല്ലെങ്കിൽ നാളെ നാളെ എന്ന് ചിന്തിക്കാതെ, ഈ മാസം തൊട്ട്, ഈ മാസത്തെ സാലറി വരുമ്പോൾ, ഈ മാസത്തെ എൻ്റെ ഒരു കൂലി കിട്ടുന്ന സമയം തൊട്ട് എനിക്കിത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം സെൽഫ് ലവ് എന്നുള്ളത് പറയുന്നത്. ഇതിലേക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ചില്ലടിച്ച് കൂൾ ആയിട്ട്, കാരണം നിങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ, നിങ്ങളെ ലൈഫിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം ചിന്തിക്കാതെ നടന്നു വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ തന്നെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിനെ എത്രത്തോളം നോക്കി കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും കൂടെ നോക്കി കാണേണ്ട ഒരു സമയമായിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മളെ അറിയുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വേറൊരാളെ തിരിച്ചറിയാൻ പറ്റുക. ഇപ്പം നീ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് നിൻ്റെ പോരായ്മകളും നിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിനക്ക് അറിയെങ്കിൽ, ഒരു മാരീഡ് ലൈഫിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ചില സമയം അവൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പം, അതിൻ്റെ റിയാക്ഷൻ അവളുടെ ഭാഗത്ത് നിങ്ങൾ കാണുമ്പം, അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിങ്ങൾ കാണുമ്പം, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇന്നിലെ ഈ ഒരു ക്യാരക്ടർ എനിക്കറിയാം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അത് അവളിൽ എത്രത്തോളം ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾക്കത് എത്രത്തോളം ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള തിരിച്ചറിവും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം, നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ, അവർ ലൈഫ് ഇപ്പം ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഒറ്റയ്ക്കല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പാർട്ട്ണറും കൂടി ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കൂടെ വന്ന ആളെ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ആ വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെപ്പോലും നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു സിറ്റുവേഷനിൽ കുഞ്ഞിനോട് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് നിങ്ങൾക്ക് തോന്നും കേട്ടോ. പലപ്പോഴും നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കില്ല, കാരണം നമ്മുടെ ഫീലിങ്സൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കില്ല, നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും. പക്ഷേ അതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയാൽ, ആ സഡൻലി നമുക്കത് പറ്റിപ്പോയി. പക്ഷേ പറ്റിപ്പോയെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയും, ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ വൈഫിനോട് ചെയ്തത് ഒട്ടും നല്ലൊരു കാര്യമല്ല എന്നുള്ളത്. അപ്പോളജൈസ് ചെയ്യാനുള്ളൊരു ഉണ്ടാകണം. ഈ ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് മറ്റുള്ളവരോട് സോറി പറയാനും, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഈ ഒരു പ്രായത്തിലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. എന്നാൽ മാത്രം ഒരു പേഴ്സൺ ആവാനും, അതുപോലെ ഒരു ഗുഡ് ഫാമിലി ലൈഫ് കൊണ്ടുപോകാനാണെങ്കിലും, ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും, ഇനിയിപ്പം നിങ്ങളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും, അവിടെയാണെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ, നിങ്ങളുടെ പോരായ്മകളും ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി വരുമ്പോൾ നിങ്ങൾക്കതിനെ ഇതാക്കി നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിനെ എങ്ങനെയെങ്കിലും, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ചില ആൾക്കാർ നമ്മുടെ ഈ 20 പ്രായങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് അവരോടൊക്കെ ദേഷ്യം പിടിച്ച് ഇതാക്കി, നമുക്ക് ഒരിക്കലും ജീവിതത്തെ പറ്റി ഒരു ചിന്തയില്ലാതെ നമ്മൾ അങ്ങനെ ആയിരിക്കും.
പക്ഷേ ഈ 30കളിലൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ ലൈഫ് മെച്യൂർഡായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും പാടില്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് അറിയണം, അല്ലെങ്കിൽ ഞാൻ എന്നെ മനസ്സിലാക്കണം, എന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് റിയാക്ട് ചെയ്യാൻ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അത് ഇതിനടുപ്പിച്ച് തന്നെ കേട്ടോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രൈ ടു ലിസൺ ബിഫോർ യു റെസ്പോണ്ട് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരാളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുന്നതിനേക്കാൾ മുമ്പ് അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പോകുന്ന ആൾക്കാരായിരിക്കും. ഇനി അങ്ങോട്ട് നിങ്ങൾ ആൾക്കാർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെച്ചൂർഡ് ആകുമ്പോൾ വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ ലൈഫിലൊക്കെ നമ്മളൊക്കെ മുമ്പ് എല്ലാം എടുത്ത് ചാടി പറയുന്നതിൽ നിന്ന് ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ അവർ പറയുന്നത് കേൾക്കാനും നമുക്ക് കുറച്ച് സമാധാനം വന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യാനൊക്കെ തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കലി വരും. ഇനിയിപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരാൾക്കാരാണെങ്കിൽ ചിന്തിച്ചു തുടങ്ങുക. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതൊന്ന് കേൾക്കുക, കേട്ടിട്ട് അതിന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു റെസ്പോണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തന്നെ ഒരു പറയാം കേട്ടോ. നമ്മുടെ അഭിപ്രായം നമുക്ക് ഷൗട്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അത് അഭിപ്രായം ആവില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അങ്ങനെ ഭയങ്കര തെറിച്ച് പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബോൾഡായി തന്നെ പറയാം. ശരിക്കും ബോൾഡ് ആവുന്നതും ഭയങ്കര മെച്ചൂർഡ് ആവുന്ന ഒരു പ്രായമാണിത്. പക്ഷേ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ഒരു വ്യക്തി പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ കരിയർ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും ഏത് ലൈഫിലാണെങ്കിലും നിങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ലൈഫിനെ വളരെ സുന്ദരമാക്കാനും സന്തോഷത്തോട് കൊണ്ടുപോകാനും നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈസ് വെരി ഗുഡ് എന്ന് ആൾക്കാർക്ക് പറയാൻ തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നേ പറ്റൂ. ഇപ്പം എനിക്ക് ഏജ് 33 ആയി. എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ, നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു ചുറുചുറുപ്പും അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് വൈസുള്ള കാര്യങ്ങളൊക്കെ ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമായി. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇപ്പോഴായാലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം, ഒന്ന് പോയി ഷുഗർ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമോ. ഞാൻ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതൊക്കെ നോക്കേണ്ട ഒരു പ്രായം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. 30 തന്നെ പോയി ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ കുറച്ച് ഏജ് അങ്ങോട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ പ്രഷറും ഷുഗറൊക്കെ പോകാറുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ കൊളസ്ട്രോളൊക്കെ നമ്മൾ തന്നെ പോയി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ശരിക്കും ഒരുപാട് പേര് പറഞ്ഞിട്ട് പോലും എനിക്ക് വരെ ഒരു മാനസികമായിട്ട് ഇപ്പോഴും അതിനൊക്കെ ആയോ ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ വരുമോ എന്നുള്ളൊരു തോന്നല കേട്ടോ. പക്ഷേ അല്ല, നമ്മുടെ ലൈഫിൽ ഇതൊക്കെ സ്റ്റാർട്ടായി. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കേണ്ട ഒരു തിരിച്ചറിവ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ലൈഫിൽ ഇനിയിപ്പം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമോ, ഞാനൊക്കെ ഈ 20 ആ ഒരു പ്രായ കാലഘട്ടത്തിൽ എനിക്ക് എന്ത് കഴിച്ചാലും ഞാൻ വണ്ണം വെക്കില്ല. അത്യാവശ്യം ഒരു പാകത്തിനുള്ള വെയിറ്റ് മാത്രമുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ എന്ത് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കും. കാരണം മെറ്റബോളിസത്തിൻ്റെ ഒക്കെ റേറ്റ് വളരെയധികം കുറഞ്ഞു എന്ന് പറയുന്നത് എല്ലാവരിലും സംഭവിക്കുന്ന ഒരാളാട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അമ്മച്ചി ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ആളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് തടിക്കുക. ആളിപ്പോൾ ഓഫീസ് വർക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമാണ് എക്സസൈസും നമ്മുടെ ഡയറ്റും ഒക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയസ്സ് കൂടുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല നമുക്ക് വയസ്സ് കൂടുക എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ആകെ ഡൗൺ ആയിപ്പോകും. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ ചെറുപ്പം തന്നെയാണ് വിചാരിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും വയസ്സ് കൂടിപ്പോകുന്ന ഒരാൾക്കാരാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് ഒന്നിനും ഒരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണ്ടേ, നമ്മളൊരു തിരിച്ചറിവുണ്ട്, നമ്മുടെ ബോഡി അത് ഓരോ ഏജ് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാം ഇനി അങ്ങോട്ടുള്ള ഓരോ വർഷം കഴിയുന്തോറും. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യാനും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ആയിക്കോട്ടെ, ഫുഡ് കൺട്രോൾ ആയിക്കോട്ടെ, എല്ലാം ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെയാണ് മാനസിക സ്ട്രെസ് ഒരുപാട് വരുന്നൊരു സമയമാണ്. ഫാമിലി ലൈഫൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ വളരെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോവാണ്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും കൂടെ നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. ഇവ കാര്യങ്ങളും അതേപോലെ ഓഫീസിലും അങ്ങനെയുള്ള ജോലിയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് പോവാം. അതേപോലെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകളും ഒരുപാട് വരാം. കാരണം നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കാം, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ വരുന്നതും നമ്മുടെ മനസ്സിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പം ഈ വക കാര്യങ്ങൾക്ക് കൂടെ നമ്മൾ കുറച്ച് ഒരു ചിന്തയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു വയസ്സ് തൊട്ടിട്ട് കേട്ടോ. ഇതും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞൊരു 5-6 തിരിച്ചറിവ് അല്ലെങ്കിൽ 5-6 റിമൈൻഡർ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു വയസ്സിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിന്തിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും മെച്ചൂർഡായി തുടങ്ങുന്ന ആൾക്കാരാണ് ഈ ഒരു പ്രായത്തിൽ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത്തെ ഒരാളിങ്ങനെ കാര്യമായിട്ട് ഇത് പറയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഡ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.